ഹായ് മക്കളെ, 2027 ജെയ്മെൻ ക്രാക്ക് ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള NIT-കൾ, IIT-കൾ, IIIT-കൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ മെയിനിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ടതുണ്ട്. കാരണം ജനുവരിയിലാണ് ജെയ്മെൻ്റെ ഫേസ് 1 എക്സാമിനേഷൻ നടക്കുക, ഏപ്രിൽ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ. അപ്പോൾ ജനുവരിക്ക് മുമ്പ് തന്നെ നമ്മുടെ പോർഷൻസ് തീരുകയും ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് മാക്സിമം റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടുകയും ചെയ്യണമെങ്കിൽ എത്രത്തോളം നേരത്തെ നമുക്ക് ആരംഭിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സോ അതുകൊണ്ടാണ് സൈലത്തിൻ്റെ ധീര ജെയ് ബാച്ച്, അതായത് നിങ്ങളുടെ വീടിൻ്റെ കംഫർട്ട് സോണിലിരുന്ന് നിങ്ങൾക്ക് ഓൺലൈനായി ജെയ് റിപ്പീറ്റ് ചെയ്യാനുള്ള അവസരമാണ് ജെയ് ധീര ബാച്ചിലൂടെ സൈലം ഒരുക്കുന്നത്. അപ്പോൾ ഈ ബാച്ചിൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണ്, എങ്ങനെയാണ് നമ്മൾ 2027 ജെയ്ക്ക് വേണ്ടി ധീര ബാച്ചിലൂടെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ തരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും നടക്കുന്ന ലൈവ് ക്ലാസ്സുകളിലൂടെ ആയിരിക്കും നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾക്ക് പുറമേ ഈ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡ് ക്ലാസ്സുകൾ അവിടെ കിടക്കുന്നുണ്ടാവും. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് അതല്ലാതെ മറ്റൊരു ഫാക്കൽറ്റി എടുത്ത പേൾ വീഡിയോസ്, അതായത് റെക്കോർഡ് ക്ലാസ്സുകളുടെ മറ്റൊരു ബണ്ടിൽ കൂടി നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആക്ച്വലി 3 സോഴ്സുകളാണ് നിങ്ങൾക്കൊരു ക്ലാസ് കേൾക്കാനുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കേൾക്കാം, ലൈവായി തന്നെ കേൾക്കണം എന്നാണ് ഞാൻ എപ്പോഴും പറയുക. അതല്ല എന്തെങ്കിലും കാരണം കൊണ്ട് ആ ലൈവ് മിസ്സായി പോയാൽ നിങ്ങൾക്ക് ആ ലൈവിൻ്റെ റെക്കോർഡർ വേർഷൻ അവിടെ കിടക്കുന്നുണ്ടാവും. ഇനി അതുമല്ല നിങ്ങൾക്ക് മറ്റൊരു ഫാക്കൽറ്റി എടുത്ത ക്ലാസ് കാണണം അല്ലെങ്കിൽ കേൾക്കണം എന്നാണെങ്കിൽ അതിനുള്ള സൗകര്യം കൂടിയാണ് പേൾ വീഡിയോസിൽ നമ്മൾ ഒരുക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും ലൈവ് എന്ന് പറയുമ്പോൾ എത്ര സബ്ജക്റ്റുകളുടെ ലൈവ് ആയിരിക്കും അല്ലേ? എല്ലാ ദിവസവും 2 സബ്ജക്റ്റുകളുടെ ലൈവ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക. 3 മണിക്കൂർ നീളുന്ന 3 മണിക്കൂർ എടുക്കുന്ന 2 സബ്ജക്റ്റുകളുടെ ലൈവുകളാണ്. അപ്പോൾ ഒരു ദിവസം 6 മണിക്കൂറായിരിക്കും നിങ്ങളുടെ ക്ലാസ് ടൈമിംഗ് എന്ന് പറയുന്നത്. ആഴ്ചയിൽ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഒരു ദിവസം നിങ്ങൾക്ക് ഓഫ് ഡേ ആണ്. അതേത് ദിവസമാണെന്ന് അറിയോ? വെനസ്ഡേ. എല്ലാ ആഴ്ചയിലും വെനസ്ഡേ എന്ന് പറയുന്ന ഡേ നിങ്ങൾക്ക് ഓഫ് ഡേ ആണ്. അന്ന് ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അന്ന് റിലാക്സ് ചെയ്യാനുള്ള ദിവസമല്ല, കാരണം നമുക്കറിയാം വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ ദിവസം നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പറേഷൻ ഡേ ആണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ബാക്ക്ലോഗ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററുകൾ ഒന്നുകൂടി റിവൈസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അതിനൊപ്പം എല്ലാ ബുധനാഴ്ചകളിലും നമ്മുടെ FAT ഉണ്ടാവും, നമ്മുടെ എക്സാം ഉണ്ടാവും. അതിനു മുമ്പ് നമ്മളെടുത്ത ദിവസങ്ങളിലുള്ള ചാപ്റ്ററുകൾ വെച്ചുകൊണ്ടുള്ള FAT ആയിരിക്കും ഉണ്ടാവുക. FAT എന്ന് പറയുന്നതിൽ 12 ചോദ്യങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ നിന്നുള്ള 12 ചോദ്യങ്ങൾ അടങ്ങുന്ന ടോട്ടൽ 36 ചോദ്യങ്ങളുള്ള പരീക്ഷയായിരിക്കും FAT എന്ന് പറയുന്നത്. സത്യം പറഞ്ഞ ഒരു മിനി JEE എക്സാമിനേഷനാണ്. അപ്പോൾ എല്ലാ ആഴ്ചയും നിങ്ങൾ മിനി JEE എക്സാമിനേഷൻസ് എഴുതും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകാം. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ക്ലാസ്സുകളിൽ ഈ എല്ലാ ആഴ്ചയും എഴുതുന്ന പരീക്ഷകൾ മാത്രമായിരിക്കും ഉണ്ടാവുക? ഒരിക്കലും അല്ല. എല്ലാ മാസവും നിങ്ങൾക്ക് ഗ്രാൻഡ് ടെസ്റ്റുകൾ ഉണ്ടാകും. അത് ജെയുടെ അതേ പാറ്റേണിലായിരിക്കും. 75 ചോദ്യങ്ങളായിരിക്കും, 3 മണിക്കൂറായിരിക്കും. ഇതിനു പുറമെ എല്ലാ മാസങ്ങളിലും നടക്കുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ അഥവാ GIBകൾ കൂടി ഉണ്ടാവും. അത് നമ്മൾ CBT മോഡലാണ് മിക്കവാറും എല്ലാ GIB നമ്മൾ നടത്തുക. കാരണം ജെയ് എന്ന് പറയുന്നത് CBT മോഡൽ എക്സാം ആണല്ലോ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് സെൻറ്ററിൽ പോയാണോ മെയിൻ എക്സാം എഴുതുക, ഏകദേശം അതേ സെൻറ്ററിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ GIBയുടെ സെൻറ്ററും വരുന്നുണ്ടാവുക. അവിടെ പോയിരുന്ന ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ പോയിരുന്ന് നിങ്ങൾ GIB എഴുതും. ഇതാണ് നമ്മുടെ ഒരു ക്ലാസ്സുകളുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. എക്സാംസിൻ്റെ ഒരു സീരീസ് എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇതെല്ലാം കൂടി നമ്മളൊരു ഡിസംബർ ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവുന്ന രീതിയിലാണ് നമ്മുടെ ഒരു അക്കാഡമിക് പ്ലാൻ മുന്നോട്ട് പോകുന്നത്. ഡിസംബർ ഫസ്റ്റ് വീക്കിൽ പോർഷൻസ് കംപ്ലീറ്റ് ആയാൽ പിന്നെ എന്താ നമ്മൾ ചെയ്യുക? പിന്നെ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ റിവിഷൻ്റെ പേരാണ് LMRP. അപ്പോൾ ഡിസംബറിലും ജനുവരിയിലുമായി നമ്മൾ ഏകദേശം ഒരു 2 മന്ത് നീളുന്ന, ഏകദേശം നമുക്കൊരു 50 to 60 ഡേയ്സ് ആയിരിക്കും നമ്മുടെ റിവിഷന് വേണ്ടി, ഫസ്റ്റ് ഫേസിന് മുമ്പുള്ള റിവിഷന് വേണ്ടി നമുക്ക് കിട്ടാം. അപ്പോൾ അത്രയും ദിവസങ്ങൾ നമ്മൾ LMRP ഫേസ് 1 എന്ന പേരിലാണ് ആ പ്രോഗ്രാം അറിയപ്പെടുന്നത്. നമ്മുടെ റിവിഷൻ പ്രോഗ്രാമാണ്. പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻസും അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗംഭീര റിവിഷൻ പ്രോഗ്രാം ആയിരിക്കും. അത് കഴിയുമ്പോഴേക്കും JEE മെയിൻ്റെ ഫേസ് 1 എക്സാമിനേഷൻ ജനുവരി ലാസ്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഫേസ് 1 കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കോഴ്സ് അവസാനിപ്പിക്കുകയോ? ഒരിക്കലും ഇല്ല. പിന്നെ ഫേസ് 2വിന് വേണ്ടിയുള്ള സെക്കൻഡ് റൗണ്ട് ഓഫ് റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, LMRP ഫേസ് 2. ഓക്കെ, LMRP ഫേസ് 2 ഏകദേശം ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്ക് വരെ ഉണ്ടാകും. കാരണം ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ് JEE ഫേസ് 2 എക്സാമിനേഷൻ ഉണ്ടാവുക. JEE ഫേസ് 2 എക്സാമിനേഷനും കഴിഞ്ഞ് നിങ്ങൾ ഫേസ് 1ലോ ഫേസ് 2വിനോ നിങ്ങൾ JEE അഡ്വാൻസിന് ക്വാളിഫൈഡ് ആയ ഒരാളാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മെയ് വരെ, കാരണം മെയ്യിലാണല്ലോ JEE അഡ്വാൻസിന് എക്സാം ഉണ്ടാവുക, മെയ് വരെ നിങ്ങൾക്ക് JEE അഡ്വാൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഈ രീതിയിലായിരിക്കും അടുത്ത ഒരു വർഷം JEE അഡ്വാൻസ്ഡ് വരെയുള്ള നമ്മുടെ ഒരു റോഡ് മാപ്പ് എന്ന് പറയുന്നത്. ഈ സ്ട്രാറ്റജിയിലൂടെ ഇതെല്ലാം ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്, നമ്മൾ ഒരുപാട് സമയം നിങ്ങളുടെ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും.
കാരണം നിങ്ങൾക്ക് ട്രാവലിംഗ് ഇല്ല, നിങ്ങൾക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി സമയം കളയേണ്ടതില്ല, ശരിയല്ലേ? അപ്പം നിങ്ങളുടെ വീട്ടിലിരുന്ന് നമ്മുടെ പാരൻസിനൊപ്പം ഇരുന്ന് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നമുക്ക് ആസ്വദിച്ച് കഴിച്ച് നമുക്ക് ഒരു സ്ട്രെസ് ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിൽ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നൊരു ബാച്ചാണ് ആക്ച്വലി ധീര ബാച്ച് എന്ന് പറയുന്നത്. ധീര ബാച്ചുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങൾ അറിയാനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് ധീര ബാച്ചിനുണ്ട്. അതിൽ AI ഗുരു, ഇൻഫിനിറ്റ് പ്രാക്ടീസസ് പോലുള്ള ആപ്പ് ഫീച്ചേഴ്സിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സൈലത്തിൻ്റെ മെറ്റീരിയലുകളെ കുറിച്ച് അറിയാൻ താല്പര്യം നിങ്ങൾക്കുണ്ടാവും. എക്സാം സീരീസുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടാവും. അപ്പോൾ ഇത്തരം അപ്ഡേഷൻസിനെല്ലാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ ഇത്തരം ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗംഭീരമായി നമുക്ക് 2027 ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.